ഡൽഹിയിൽ പ്രധാന സേവകനെ കാണാൻ കേരളത്തിൽ നിന്നുള്ള BJP ജനപ്രതിനിധികൾ അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണത്തിന് ഒരുങ്ങി വലിയൊരു സംഘം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ നന്ദഗോപനും അവിടെ തയ്യാറാണ്. നന്ദൻ, അല്പസമയത്തിനുള്ളിൽ തന്നെ ജനപ്രതിനിധികളുടെ സംഘം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അവരുടെ ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ആവേശ കാഴ്ചകൾ? രാഖി, തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിലേക്കുള്ള കേരള എക്സ്പ്രസ് അല്പസമയത്തിനകം തന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇവർക്ക് വേണ്ട സ്വീകരണ പരിപാടികൾ ഒരുക്കുവാൻ വേണ്ടി BJP നേതാക്കൾ, ഡൽഹി ഘടകത്തിലെ BJP നേതാക്കളും ഒപ്പം തന്നെ കേരള സെൽ പ്രവർത്തകരും തയ്യാറായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 119 ജനപ്രതിനിധികളാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കേരള എക്സ്പ്രസ് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് കേരളത്തിൽ നിന്നുമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തും. ഈ കോച്ച് പൊസിഷൻ അനുസരിച്ച് ഈ നേതാക്കളെ സ്വീകരിക്കുവാൻ വേണ്ടി BJPയുടെയും മറ്റും നേതാക്കൾ, അത് ഡൽഹി ഘടകത്തിൽ നിന്നുമുള്ള നേതാക്കളുണ്ട്, ഒപ്പം തന്നെ കേരള സെല്ലിന്റെ ഭാരവാഹികളുണ്ട്. ഇവരൊക്കെ തന്നെ ആ കോച്ച് പൊസിഷൻ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. കേരളത്തിൽ മലയാളത്തിൽ തന്നെ സ്വാഗതമെന്ന് എഴുതിയ ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വന്ദേ മാതരം, മറ്റ് വാദ്യഘോഷങ്ങളൊക്കെയുണ്ട്. വലിയ ഒരു സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. BJP4 എന്നുള്ള ബോർഡും ഒപ്പം തന്നെ സ്വാഗതം എന്നുള്ള ബോർഡും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വലിയ വാദ്യമേളങ്ങളുണ്ട്. ഒപ്പം തന്നെ പുഷ്പങ്ങളൊക്കെ തയ്യാറാക്കി, പൂവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വലിയ ആഘോഷ പരിപാടികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രധാനമായും 119 ജനപ്രതിനിധികൾ എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുമുള്ള ജനപ്രതിനിധികളാണ്. 50 BJPയുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ഒപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രതിപക്ഷ നേതാക്കൾ എന്നിവരടക്കം 119 പേരാണ് ഈ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് എത്തുന്നത്. വലിയ തിരക്കിട്ട പരിപാടികളാണ് ഈ 3 ദിവസം ഡൽഹിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം, ഇവരിപ്പോൾ എത്തിയാൽ വൈകുന്നേരം BJPയുടെ ദേശീയ കാര്യാലയത്തിൽ പ്രത്യേക പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. അതിനുശേഷം അദ്ദേഹം നൽകുന്ന വിരുന്നിൽ BJP നേതാക്കൾ, ഈ കേരളത്തിൽ നിന്ന് എത്തുന്ന നേതാക്കൾ പങ്കെടുക്കും. പിന്നീട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുമുള്ള BJPയുടെ കേരള സെൽ ഭാരവാഹികൾ കൂടിയുണ്ട്. അവരിലേക്ക് കൂടി പോകാം. ചേട്ടാ നമസ്കാരം. എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ നിന്നുമുള്ള നേതാക്കളെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ? നമ്മുടെ മെയിൻ ലീഡേഴ്സിൽ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ട്രാഫിക്കിൽ അവർ സ്റ്റക്കായതുകൊണ്ട് എത്തുന്നേ ഉള്ളൂ. ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും കേരള സെൽ വലിയ ആവേശത്തിലാണ്. തീർച്ചയായും ആവേശം മുഴുവൻ കേരളം ആവേശത്തിലാണല്ലോ. തീർച്ചയായും ആവേശത്തിലാണ്. പ്രഭാരി കൺവീനർ BJPയുടെ ഭാരവാഹികൾ, അതായത് കേരള സെല്ലിൻ്റെ ഭാരവാഹികളൊക്കെ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളീയ വേഷവിധാനങ്ങളൊക്കെ, സെറ്റും സാരിയുമൊക്കെ, സെറ്റും മുണ്ടുമൊക്കെ ഉടുത്താണ് കേരളീയ വേഷവിധാനത്തോടു കൂടിയാണ് സ്വീകരിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഡൽഹിയിലെ BJPയുടെ ഭാരവാഹികൾ എത്തിയിട്ടുള്ളത്. ഡൽഹി BJP ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ അടക്കമുള്ള പ്രമുഖർ ഇവിടേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ തിരക്കിട്ട പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പരിപാടികൾ, അതായത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് അവരവരുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിവിധ പരിപാടികളിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, കേരളത്തിൽ നിന്നും എത്തുന്നവർ പങ്കെടുക്കുന്നതാണ്. ഓരോ സംസ്ഥാനങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലൂടെയും ആന്ധ്രയിലൂടെയും ഒക്കെ തന്നെ പോയപ്പോൾ അവിടെയുള്ള പ്രവർത്തകർ അവർക്ക് ഭക്ഷണവും മറ്റും നൽകി വലിയ സ്വീകരണമായിരുന്നു ഈ പ്ലാറ്റ്ഫോമുകൾ, ഈ ട്രെയിൻ കടന്നു വന്ന ഓരോ വഴികളിലുമായി പ്രത്യേകം ഒരുക്കിയിരുന്നത്. അങ്ങനെ വലിയ സ്വീകരണങ്ങൾ കൂടി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവരുടെ കടന്നുവരവ് എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരസഭ, അതായത് കേരളത്തിൽ ഒരു തരത്തിലും BJPക്ക് വേരോട്ടം ഉണ്ടാകില്ല, സമീപകാലങ്ങളിലെങ്ങും BJP അധികാരത്തിൽ വരില്ല എന്ന് ആക്രോശിച്ച ഇടതു വലതു മുന്നണികൾക്ക് മുന്നിലൂടെ മേയർ കസേരയിലേക്ക് നടന്നു നീങ്ങി VV രാജേഷ് അടക്കമുള്ള പ്രമുഖർ, അങ്ങനെ ഒട്ടനവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ BJP അധികാരത്തിൽ ആവേശ കാഴ്ചകൾ അതേ രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നന്ദൻ തുടരുക. നമുക്ക്